വചനമൊഴി ജൂലൈ 11. വചനഭാഗം 1 പത്രോസ് 3:14-18, മത്തായിയുടെ സുവിശേഷം 13:24-30, 36-43. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഈശോ അവരോട് മറ്റൊരു ഉപമ പറഞ്ഞു. തന്റെ വയലിൽ നല്ല വിത്ത് വിതയ്ക്കുന്ന മനുഷ്യനോട് സ്വർഗരാജ്യത്തെ ഉപമിക്കാം. ആളുകൾ ഉറക്കമായപ്പോൾ അവന്റെ ശത്രു വന്ന് ഗോതമ്പിനിടയിൽ കള വിതച്ചിട്ട് കടന്നു കളഞ്ഞു. ചെടികൾ വളർന്ന് കതിരായപ്പോൾ കളകളും പ്രത്യക്ഷപ്പെട്ടു. വേലക്കാർ ചെന്ന് വീട്ടുടമസ്ഥനോട് ചോദിച്ചു, യജമാനനെ, നീ വയലിൽ നല്ല വിത്തല്ലേ വിതച്ചത്? പിന്നെ കളകളുണ്ടായത് എവിടെ നിന്ന്? അവൻ പറഞ്ഞു, ശത്രുവായൊരു മനുഷ്യനാണ് ഇത് ചെയ്തത്. വേലക്കാർ ചോദിച്ചു, അതിനാൽ ഞങ്ങൾ പോയി കളകൾ പറിച്ചു കൂട്ടണമെന്ന് നീ ആഗ്രഹിക്കുന്നുവോ? അവൻ പറഞ്ഞു, ഇല്ല. കളകൾ പറിച്ചെടുക്കുമ്പോൾ അവയോടൊപ്പം ഗോതമ്പ് ചെടികളും നിങ്ങൾ പിഴുതു കളഞ്ഞെന്ന് വരും. കൊയ്ത്തുവരെ അവ ഒരുമിച്ച് വളരാൻ അനുവദിക്കുക. കൊയ്ത്തുകാലത്ത് ഞാൻ കൊയ്ത്തുകാരോട് പറയും, ആദ്യമേ കളകൾ ശേഖരിച്ച് തീയിൽ ചുട്ടുകളയാൻ അവ കെട്ടുകളാക്കി വയ്ക്കുവിൻ. ഗോതമ്പ് എന്റെ ധാന്യപ്പുരയിൽ ശേഖരിക്കുവിൻ. പിന്നീട് അവൻ ജനക്കൂട്ടത്തെ പറഞ്ഞയച്ചിട്ട് വീട്ടിലേക്ക് വന്നു. ശിഷ്യന്മാർ അവന്റെ അടുത്ത് വന്നു പറഞ്ഞു, വയലിലെ കളകൾ സംബന്ധിക്കുന്ന ഉപമ ഞങ്ങൾക്ക് വിശദീകരിച്ചു തന്നാലും. അവൻ മറുപടി പറഞ്ഞു, നല്ല വിത്ത് വിതയ്ക്കുന്നവൻ മനുഷ്യപുത്രനാണ്. വയൽ ലോകവും. നല്ല വിത്ത് രാജ്യത്തിന്റെ പുത്രന്മാരും കളകൾ ദുഷ്ടന്റെ പുത്രന്മാരുമാണ്. അവ വിതച്ച ശത്രു പിശാചാണ്. കൊയ്ത്ത് യുഗാന്തമാണ്. കൊയ്ത്തുകാർ ദൈവദൂതന്മാരും. കളകൾ ശേഖരിച്ച് അഗ്നിയിൽ ഇരയാക്കുന്നതെങ്ങനെയോ അങ്ങനെ തന്നെയായിരിക്കും യുഗാന്ത്യത്തിലും. മനുഷ്യപുത്രൻ തന്റെ ദൂതന്മാരെ അയക്കുകയും അവർ അവന്റെ രാജ്യത്തു നിന്ന് എല്ലാ പാപഹേതുക്കളെയും അനീതി പ്രവർത്തിക്കുന്നവരെയും ഒരുമിച്ച് കൂട്ടി അഗ്നികുണ്ഡത്തിലേക്ക് എറിയുകയും ചെയ്യും. അവിടെ കരച്ചിലും പല്ലുകടിയുമായിരിക്കും. അപ്പോൾ നീതിമാന്മാർ തങ്ങളുടെ പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രശോഭിക്കും. ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഈ ലോകമാണ് വയലെന്നും നല്ല വിത്ത് വിതച്ചത് മിശിഹായാണെന്നും കളകൾ വിതച്ചത് പിശാചാണെന്നും ഈശോ വ്യക്തമായി പഠിപ്പിക്കുന്നു. ഈ ലോകത്തിൽ ഉണ്ടായിട്ടുള്ള നന്മകളുടെ എല്ലാം കാരണം ദൈവമാണ്. നന്മയിൽ നിന്ന് മനുഷ്യനെ അകറ്റുവാൻ പ്രവർത്തിക്കുന്നത് തിന്മയുടെ ശക്തി പിശാചാണ്. യുഗാന്ത്യത്തിൽ ഇപ്രകാരം ഒരു വേർതിരിവുണ്ട് എന്നും നന്മയും തിന്മയും തമ്മിൽ വേർതിരിക്കുമെന്നും നന്മ ചെയ്തവർ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുകയും തിന്മ ചെയ്തവർ പുറത്താക്കപ്പെടുകയും ചെയ്യുമെന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യജമാനൻ വിത്ത് വിതച്ചു, മനുഷ്യൻ ഉറക്കമായപ്പോൾ തിന്മയുടെ ശക്തി വന്ന് കള വിതച്ചു എന്നാണ് പറയുന്നത്. തമ്പുരാന്റെ വചനം സ്വീകരിക്കുന്നവർ ജാഗ്രതയോടുകൂടി വർത്തിക്കുന്നില്ല എങ്കിൽ തിന്മയുടെ ശക്തി വന്ന് കള വിതയ്ക്കും. തമ്പുരാൻ വിതച്ച വിത്ത് വളരുവാൻ ഇടയാക്കുവാനും ജാഗ്രതയോടുകൂടി നിന്ന് തിന്മയുടെ ശക്തി വിതയ്ക്കപ്പെടാതിരിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. ജാഗ്രതയോടെ വർത്തിക്കുന്നിടത്ത് തിന്മ അകന്നുപോകും. പിശാചിന്റെ ശക്തി പ്രവർത്തിക്കുകയില്ല. ഉണർവോടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ കർത്താവ് അതുകൊണ്ടാണ് ആവശ്യപ്പെടുന്നത്. പ്രലോഭനങ്ങളിൽ വീണു പോകാതിരിക്കാൻ ഈ കൃപ പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.